ശബരിമലയാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദ്വാരപാലകരുടെ സ്വർണ്ണപീഠം അത് സ്പോൺസർ ചെയ്ത വ്യക്തി അത് ഒളിപ്പിച്ചു വച്ചിട്ട് അത് കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തുക, എന്തൊക്കെയായിരുന്നില്ലേ നമ്മുടെ മുന്നിൽ നടന്നത്, എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഇവിടെ അരങ്ങേറിയത്. ഒടുവിൽ സത്യം പുറത്തു വരികയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു അത് ഒളിപ്പിച്ചു വെച്ചത്. സ്വന്തം ജീവനക്കാരൻ്റെയും സ്വന്തം സഹോദരിയുടെയും വീട്ടിൽ ഈ കഴിഞ്ഞ 2019 മുതൽ ഒളിപ്പിച്ചു വെച്ച് അയാൾ ഈ പൊതുസമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ കാരണം എന്തായിരിക്കാം? അയാൾ സ്വന്തം നിലയ്ക്ക് ഈ ആരോപണവുമായി രംഗത്ത് വന്നതാണോ, അതോ അയാളുടെ പുറകിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ, അതിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കാനായുള്ള താന്ത്രിക അനുമതിയും ഹൈക്കോടതി അനുമതിയും ലഭിച്ചതോടെയാണ് പാളികൾ പുനഃസ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സത്യം പുറത്തു വന്നതോടെ, ചെമ്പ് തെളിഞ്ഞതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടുപിടിച്ച് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ ശബരിമലയിൽ രാഷ്ട്രീയം കാണുന്നത് ആരാണ്? ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു വിവരത്തിന്റെ പുറത്ത് സ്വർണം സർക്കാർ കട്ടുകൊണ്ടുപോയി എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഉത്തരം കിട്ടേണ്ടതുണ്ട്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. ഏതായാലും സ്വർണ്ണപാളി ഇപ്പോൾ ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. അതിനുവേണ്ട താന്ത്രികമായ അനുമതി, ഹൈക്കോടതിയുടെ അനുമതിയൊക്കെ കിട്ടിയിരിക്കുന്നു. അത് ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വച്ച കള്ളപ്രചരണം ഏറ്റുപിടിച്ച് സർക്കാർ സ്വർണം കട്ടു എന്ന് പറഞ്ഞ പ്രതിപക്ഷം അവർ ഇപ്പോൾ കുടുക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ, മറ്റാരുടെയെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ? അങ്ങനെ അനവധി രാഷ്ട്രീയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. സുജു, തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിൽ ആദ്യം വാസ്തവത്തിൽ ദേവസ്വം കമ്മീഷണറാണ് ഇക്കാര്യത്തിൽ ഈ സ്വർണം പൂശാനായി വീണ്ടും ഈ ചെമ്പ് പാളികൾ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു പുതിയ തരത്തിലേക്ക് വിവാദം. അവിടെ സാങ്കേതികമായൊരു പ്രശ്നം മാത്രമായിരുന്നു അവിടെ ഉദിച്ചിരുന്നത്. അതായത് അല്ലെങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ ഹൈക്കോടതിയെ അറിയിക്കേണ്ട, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇതിനകത്ത് ഹൈക്കോടതിയിൽ നിയമിച്ചിരിക്കുന്ന ദേവസ്വം കമ്മീഷണറെ ഇക്കാര്യം അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. അതൊരു വീഴ്ച വരുത്തുകയും ആ കാര്യം പിന്നീട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ വിവാദമാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തൽ ചില മാധ്യമങ്ങളോടും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച മെയിലുമുണ്ട്. അതിൽ പറയുന്നത് ഈ സ്വർണം പൂശിയ ഈ ദ്വാരപാലക ശില്പത്തിനൊരു പീഠം നൽകിയിരുന്നു. ആ പീഠത്തിൽ നിന്ന് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സ്വർണം എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടാണ് ഈ പീഠം കാണാതാവുന്ന വിവാദം ഉണ്ടാകുന്നത്. ആ വിവാദത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഈ 5 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് വിവാദത്തിലേക്ക് വരുന്നു. എന്നാൽ പിന്നീട് ഇത് ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചപ്പോൾ ഈ ചെമ്പ് പാളിയിൽ സ്വർണം പൂശി എന്ന് പറയുന്നതിന് പകരം സ്വർണ്ണപ്പാളിയിൽ നിന്ന് തന്നെയായി അതിനെ മാറ്റി എഴുതി. അതായത് ചെമ്പ് പാളിയിൽ സ്വർണം പൂശുമ്പോഴും സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള അതിൻ്റെ ഭാരത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതുപോലും വക്രീകരിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകാൻ ശ്രമിക്കുകയുണ്ടായി, മത്സരിച്ച്. ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ സർക്കാരിനെ സ്വർണ്ണക്കള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പരാതി ഉന്നയിച്ച സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധ വെളിപ്പെടുത്തുകയല്ല തൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണ പീഠമുണ്ടെന്ന്. ദേവസ്വം വിജിലൻസ് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപ്പീഠം. ഇത് ഏത് കാലഘട്ടം പോലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സൂക്ഷിച്ചത്? 2019 ഈ സ്വർണ്ണപ്പീഠത്തിൽ അല്ലെങ്കിൽ ഈ ചെമ്പ് പാളികൾ അത് പീഠമായി നൽകുന്നു. പിന്നീട് അത് ചേർച്ചയില്ലെന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുപോകുന്നു. അങ്ങനെ 2019 മുതൽ തന്നെ വാസുദേവൻ എന്ന് പറയുന്ന 2025 നിൽക്കുന്നത്. 2019 മുതൽ ഇയാൾ ഇത് ആദ്യം വാസുദേവൻ എന്ന് പറയുന്ന അയാളുടെ ജീവനക്കാരന്റെ വീട്ടിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം ഈ വിവാദം ഉണ്ടായതിനു ശേഷം ഇയാൾ തന്നെ പരാതി പറഞ്ഞതിന് ശേഷം സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇയാൾ പറയുന്ന ന്യായീകരണം എന്താണ്? ഞാനത് മറന്നുപോയതായിരുന്നുവെന്ന്. അത് നമ്മൾ വിശ്വസിക്കണോ? അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം
വിവരമില്ലാത്തവരാണോ കേരളത്തിലുള്ള മനുഷ്യരെന്നാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിചാരം? വലിയ ചന്ദ്രാതി എണ്ണ ബെസ്റ്റാണ്. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട്, വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്ര ഓർമ്മക്കുറവാണെങ്കിൽ അത് കുറച്ച് മേടിച്ച് തേക്കാൻ പറ, അപ്പോൾ കുറച്ച് ഓർമ്മ വീണ്ടും കിട്ടും. അതല്ല പ്രശ്നം, ഇയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണമോ എന്നതാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ള സുജു, എൻ്റെ സംശയമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദവുമായി രംഗത്ത് വന്നതാണോ, അയാളുടെ പുറകിൽ മറ്റ് ആരെങ്കിലും ഉണ്ട് എന്ന് സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മനു, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മനു ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം കഴിഞ്ഞ 25-ന് വ്യാഴാഴ്ചയാണ് ഈ സ്വർണം പൂശിയ പീഠം ഈ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദത്തിന് തിരികൊളുത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അത് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ, അതായത് ആ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഇത് വെളിപ്പെടുത്തായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ദേവസ്വം വിജിലൻസ് ഇത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ വിവാദം ഇപ്പോഴും അന്തരീക്ഷത്തിൽ തുടരണം. ഇവിടെയാണ് ഗൂഢാലോചന സംശയിക്കേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണം ഉന്നയിക്കുന്നതിന് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെ, പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കൃത്യമായ ഒരു വിമർശനം ഉന്നയിക്കാൻ സംഘപരിവാറിനോ കോൺഗ്രസിനോ സാധിക്കാത്ത ഘട്ടത്തിലാണ് അവരുടെ കയ്യിലേക്ക് ഒരു വടി എന്ന പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം എത്തുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു സ്വർണ്ണ കള്ളന്മാരാണ് സർക്കാർ എന്ന് പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ക്രെഡിബിലിറ്റി എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ആരോപണമാണ്. കാരണം ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം, പ്രത്യേകിച്ച് ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബെഞ്ച് ഇടപെടുന്ന ഒരു കേസാണ്. അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നതാണ്. അതിലൊന്നും തന്നെ ഈ സർക്കാരിനെ എതിരെ കൃത്യമായി തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അത്തരം ഒരു ആരോപണം സർക്കാരിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമെതിരെ പ്രതിപക്ഷം വി ഡി സതീശൻ ഉന്നയിക്കുമ്പോൾ അതിലാണ് വി ഡി സതീശൻ്റെ ആരോപണത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയും തമ്മിൽ കൂട്ടിവായിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. മനു, തീർച്ചയായും ഞാനത് പറയുകയാണ് സുജു. മാത്രമല്ല, ഇന്നലെ ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് സുജു. അതായത് ഇയാൾ ചില്ലറക്കാരനൊന്നുമല്ല, പോറ്റി ആൾ നീറ്റല്ല എന്നാണ് ആ വാർത്ത നമ്മളോട് പറയുന്നത്. ഇയാൾ ഈ പീഠമുണ്ടല്ലോ, ഇത് വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തിയെന്നോ അതിന്റെ പേരിൽ പണം പിരിച്ച് നാട്ടുകാരെ പറ്റിച്ചോ എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലൂടെ പലതരത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സംഗതി ചെറിയ കളികളല്ല അവിടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ഈ ശബരിമലയിൽ സമർപ്പിക്കുന്ന ഇത്തരം പീഠങ്ങൾക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ വസ്തുക്കൾക്ക് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ്ലെസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായി 1 പവൻ സ്വർണ്ണത്തിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവൻ, ഇപ്പം 1 പവൻ സ്വർണ്ണത്തിന് 85,000 രൂപയാണെന്ന് കരുതോ, ഒരു എക്സാമ്പിൾ. പക്ഷേ അത് ശബരിമലയിൽ അവിടെ സമർപ്പിച്ച സ്വർണ്ണമാണെങ്കിൽ, അല്ലെങ്കിൽ ശബരിമലയുടെ ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് പിന്നീട് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കോടികളുടെ വാല്യൂ ആണ്. കാരണം ആളുകളുടെ വിശ്വാസമാണ് ആ കാര്യം വെച്ച് ഒരു പൂജ നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ അതിന് ഇത്രയും ദിവ്യത്വമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ വിശ്വസിക്കുകയും എല്ലാ ആളുകളുമല്ല ചില ആളുകളെങ്കിലും അതിൽ അകപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മനു സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിൽ ഈ പീഠം വെച്ച് പൂജ നടത്തിയെന്ന ആ വാർത്ത അതിൽ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം ആ തരത്തിൽ അതിനൊരു വാല്യൂ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ നീക്കങ്ങളും അടിമുടി ദുരൂഹതയാണ്. എന്തായാലും ഇത്തരം അവതാരങ്ങളെ വാഴിക്കുന്ന ശീലം ഇടതുപക്ഷ സർക്കാരിനില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇന്നലെയും ബോധപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയ പീഠം കണ്ടെത്തുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്നതല്ല, കൃത്യമായി ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി കണ്ടെത്തുന്നതാണ്. സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കേണ്ടയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമുണ്ടെങ്കിൽ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ തന്നെ ഈ സ്വർണം പൂശിയ പീഠം കണ്ടെത്തുന്നത്? അപ്പോൾ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇതിനൊന്നും മറച്ചു വെക്കാനില്ല, കൃത്യമായി അന്വേഷണം നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുതന്നെയാണ് ദേവസ്വം ബോർഡ് പാലിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുവാണ്. അന്വേഷണം തുടരാൻ അതിനൊരു ജഡ്ജിയുടെ മേൽനോട്ടം അല്ലെങ്കിൽ നിരീക്ഷണം മാത്രമാണ് ഹൈക്കോടതി ഏർപ്പെടുത്തുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രതിപക്ഷമാണ് വിട്ടിലായിരിക്കുന്നത്.
ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിൽ സമുദായ സംഘടനകളൊക്കെ രൂക്ഷമായി പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ തൊട്ടു പിന്നാലെ അത് വിവാദമാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവിനോട് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവാസങ്ങൾ. എന്തായാലും ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം കൃത്യ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഹൈക്കോടതി അറിയിക്കുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ 2025 അതായത് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ദ്വാരപാലക ശില്പങ്ങളുടെ ഈ ചെമ്പ് പാളി കൊണ്ടുപോകുമ്പോൾ അതെല്ലാം CCTV ദൃശ്യങ്ങളടക്കം സഹിതമാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും അത് തിരികെ എത്താൻ കോടതിയുടെയും താന്ത്രിക അനുമതി എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡ് അങ്ങനെ കൃത്യമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു സ്പോൺസറായി വന്ന ഒരാളുടെ വ്യാജ ആരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കം. ഇത് നമുക്ക് ഇതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ മുമ്പ് നമുക്കറിയാം ദേവസ്വം ശബരിമല എന്ന് പറയുമ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഇടപെടലിനെ പറ്റി വാർത്തകൾ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ മാറി ഇന്ന് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വിവാദങ്ങളുടെ ഇടമല്ല, അത് മറിച്ച് തീർത്ഥാടകരെ സംബന്ധിച്ചോളം സുഗമമായി തീർത്ഥാടനം നടത്താൻ പറ്റുന്ന അവരുടെ ഏറ്റവും വിശ്വാസപരമായ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ പ്രതിപക്ഷവും ഇത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെയൊക്കെ രംഗത്തെത്തുമ്പോൾ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ എത്തുന്ന ലക്ഷോപലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സംതൃപ്തിയും അവരുടെ വിശ്വാസമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങളുമാണ് സർക്കാർ പോകുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന ചർച്ചകളും ബദൽ സംഗമമായ RSS നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ ചർച്ചകളുമാണ് രണ്ട് ഉദാഹരണം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ബദൽ സംരക്ഷണ സംഗമത്തിൽ സ്വാമി അയ്യപ്പദാസ് നടത്തിയത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വർഗീയ പരാമർശങ്ങൾ കൊണ്ട് മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയ പരാമർശം നടത്തുന്നു. തൊട്ടു പിന്നാലെ സദാനന്ദ മഹർഷി അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ വാവരെ വർഗീയവാദിയായി ഉന്നയിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന സെമിനാറിൽ എങ്ങനെയാണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കേണ്ടത് മുൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശബരിമലയുടെ ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റി വിശദമായ പ്ലാൻ മുൻ DGP ജേക്കബ് പുന്നൂസ, തൊട്ടു പിന്നാലെ നിലവിലെ ADGP S ശ്രീജിത്ത് അവതരിപ്പിക്കുന്നു. അങ്ങനെ ശബരിമലയുടെ വിശ്വാസം കാത്തുകൊണ്ട് ആ ശബരിമലയുടെ പവിത്രത അതേപടി സൂക്ഷിച്ചുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളുമായി ശബരിമലയിലെത്തുന്ന ഓരോ തീർത്ഥാടകനും കൃത്യമായി അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൊഴാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മറുഭാഗത്ത് പ്രതിപക്ഷ വിവാദത്തിൻ്റെ കേന്ദ്രമാക്കാൻ പോകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ എത്തുന്ന തീർത്ഥാടകർ സംതൃപ്തരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തീർത്ഥാടകർ തന്നെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ അവരുടെ അനുഭവം മുൻപിലുണ്ട്. ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ശബരിമലയിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. നോക്കൂ, ഇങ്ങനൊരു പ്രശ്നം ഉയർന്നു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഒരു പരാതി പറയുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ, പൊതുസമൂഹത്തിന് മുൻപിൽ. ഞാൻ ശബരിമലയിൽ സമർപ്പിച്ച സ്വർണ്ണപീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട ഉടനെ പ്രതിപക്ഷം പറയുകയാണ് സർക്കാർ ആ സ്വർണ്ണപീഠം കട്ടുകൊണ്ടുപോയെന്ന്. എന്താണ് വസ്തുതയെന്നോ എന്താണ് നടന്നതെന്നോ അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അവർ കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അബദ്ധത്തിൽ പ്രതിപക്ഷം ചെന്ന് ചാടില്ലായിരുന്നു. സർക്കാർ എന്ത് ചെയ്തു, ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു, കൃത്യമായി അവരുടെ എല്ലാ രജിസ്റ്ററുകളും പരിശോധിച്ചു, സ്ട്രോങ് റൂമുകൾ അരിച്ചുപെറുക്കി. പക്ഷേ ഇയാൾ ഈ പറയുന്ന സ്വർണ്ണപീഠം അവിടെ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് നേരിട്ടിറങ്ങുന്നു. വളരെ വ്യക്തമായി അന്വേഷിച്ചപ്പോൾ ഈ പീഠം കണ്ടെത്തുകയാണ്. ദ്വാരപാലകരുടെ പീഠം കണ്ടെത്തുന്നു. എവിടെ നിന്ന് കണ്ടെത്തുന്നു? ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സ്നേഹിതർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ കേസെടുക്കാത്തതെന്ന്. ജസ്റ്റ് വെയിറ്റ് വത്സല, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ അതിന്റെ ഉത്തരവൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയതെന്നും ഒക്കെയുള്ള ഉത്തരം നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടും. ഒരു കാര്യം ഓർക്കുക, ഒന്ന്, ആഗോള അയ്യപ്പ സംഗമത്തിന് 2-3 ദിവസം മുൻപാണ് ഈ വാർത്ത വന്നത്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തായിരിക്കും ഏകദേശം മണ്ഡലകാല തീർത്ഥാടനവും നടക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇതുപോലുള്ള പലതും നമ്മൾ ഇനിയും കാണേണ്ടി വരും എന്നതാണ് വസ്തുത. ഇതിന്റെ പുറകിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ആരൊക്കെ പുറകിലുണ്ടായിരുന്നു, എന്തൊക്കെ കളികളാണ് നടക്കുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ സംശയമൊന്നും വേണ്ട. അയാൾ പെരുങ്കള്ളനാണ്, അവനെ ശരിക്കും ചോദ്യം ചെയ്താൽ മറവി മാറുമെന്നാണ് തങ്കച്ചൻ തോമസ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട്. ഏതായാലും സത്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യം പറഞ്ഞു എന്തായിരുന്നു, സ്വർണ്ണപാളി കാണാനില്ല എന്ന്, സ്വർണ്ണപാളിയല്ല, ഈ
പീഠം, ദ്വാരപാലകരുടെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിയ മഹാനായി വാഴിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഗതി പൂച്ചു പുറത്തിയാടിയില്ലേ? ആരാണ് ഈ പീഠം ഒളിപ്പിച്ചതെന്നും എന്തായിരുന്നു ഉദ്ദേശമെന്നും മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇനിയും നമ്മുടെ മുൻപിലേക്ക് ഇനിയും വരും കേട്ടോ. ഈ പ്രശ്നത്തിൽ BJP കുരുക്കിലാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുമുണ്ട്. സുവർണ അവസരമാണ് എന്ന് നമ്മളോട് പറഞ്ഞത് ആരായിരുന്നു? മുൻ സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ PS ശ്രീധരൻപിള്ളയായിരുന്നു. അദ്ദേഹമല്ലേ നമ്മളോട് പറഞ്ഞത് മണ്ഡലകാലം ഒരു സുവർണ അവസരമാണ് എന്ന് ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. ഇനി പ്രതിപക്ഷ നേതാവിനോട് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ദിനംപ്രതി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. അധികമൊന്നും പുറകോട്ട് പോകണ്ട, ഒരു 10 വർഷം പുറകോട്ട് പോയാൽ മതി. VS ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് അയാൾ നിയമ നടപടി നേരിടേണ്ടി വന്നത്? അയാൾ ആരായിരുന്നു? അയാൾ നിയമ നടപടി നേരിടേണ്ടി വന്നത് ശബരിമലയിൽ പാത്രം വാങ്ങിയതിൽ പോലും അഴിമതി നടത്തിയതിന്റെ പേരിലായിരുന്നു. ഇനി അയാൾ ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ദേവസ്വം ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരനായിരുന്നു എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് മറക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്. അപ്പോൾ സത്യങ്ങൾ, വസ്തുതകൾ നമ്മുടെ മുൻപിൽ ഏറെയുണ്ട്. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ കാലത്തെ ചിന്തകൾ വെച്ചുകൊണ്ടായിരിക്കാം എല്ലാം അഴിമതിയാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, VS ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ പേര് പ്രതിപക്ഷ നേതാവ് മറക്കണ്ട. ഇനി മറന്നുപോയാൽ VS ശിവകുമാറിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമേ അതിൽ നമുക്ക് പറയാനുള്ളൂ.